ബ്ലെസ്സിങ്സ് എവരിവൺ. ഒരിക്കൽ കൂടി കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഒരു സീരീസ് ഓഫ് പഠനം തുടങ്ങിയിരിക്കുകയാണ്. ജീവിത പാഠങ്ങൾ എന്നുള്ള ടൈറ്റിൽ നമ്മൾ ബൈബിളിൽ അനേക വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ കഴിയും. സ്ത്രീ പുരുഷന്മാര്, ദൈവത്തിനെ സേവിച്ചവർ, സേവിക്കാത്തവർ, അനേകരെ, പ്രോഫറ്റ്സ്, അപ്പോസ്റ്റൽസ്, അവരുടെ ജീവിതത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ തുടങ്ങിയത് 12 അപ്പോസ്തലന്മാരിൽ നിന്നാണ്. 12 അപ്പോസ്തലന്മാരിൽ തന്നെ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് ഇങ്ങനെ തുടങ്ങിയവരെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഫിലിപ്പോസിനെ കുറിച്ചാണ്. കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അപ്പോസ്തലൻ, ഒരു ഡിസൈപ്പിൾ ആയിരുന്നു ഫിലിപ്പോസിനെ നമുക്ക് ആദ്യമായി കാണാൻ കഴിയുന്ന യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 43-ാം വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പിറ്റേനാൾ യേശു ഗലീലയിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു, എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെ പട്ടണമായ ബെത്സൈദയിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസിനോട് കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. He was so quick to obey the call of Christ. യേശു ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ നമ്മളത് റിജക്റ്റ് ചെയ്യുകയാണോ, നമ്മളത് സ്വീകരിക്കുകയാണോ? എന്നെ കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ അനുസരിക്കും. യേശുവിന് ഇഷ്ടമല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമാവരുത്. യേശു തന്നെയാണ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം നിങ്ങൾക്ക് എടുത്ത് വായിക്കുമ്പോൾ കാണാം, ദ ഗ്രേറ്റ് കമാൻഡ്മെന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഭൂലോകം എല്ലായിടത്തും പോയി സുവിശേഷം അറിയിപ്പീൻ, എന്നിൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. അപ്പോൾ നമ്മൾ സ്നാനപ്പെട്ടില്ല എങ്കിൽ പോലും കർത്താവിൻ്റെ കൽപ്പനയുടെ ലംഘനമല്ല നമ്മൾ ചെയ്യുന്നത്. Be quick to obey Jesus, to follow Jesus. ഫിലിപ്പോസ് അനേകരെ കർത്താവിലേക്ക് ലീഡ് ചെയ്ത വ്യക്തിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അന്ത്രയോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അന്ത്രയോസ് ബാക്ക് സ്റ്റേജിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. കർത്താവിൻ്റെ ഒത്തിരി പേരെ ഇൻഡിവിജ്വൽ സുവിശേഷം അറിയിക്കാൻ, കർത്താവിനെ ഇൻഡിവിജ്വലി കർത്താവിലേക്ക് നയിക്കുവാൻ അന്ത്രയോസ് പ്രയത്നിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിലിപ്പോസ് യേശുവിനെ കുറിച്ച് അറിഞ്ഞു, യേശുവിനെ ജസ്റ്റ് അനുഗമിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ അടുത്ത വചനം നിങ്ങൾക്ക് വായിക്കുമ്പോൾ കാണാം, അതിന്റെ 45: ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ട അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസേപ്പിന്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. യേശുവിലേക്ക് നഥാനിയേലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാണാം. ഈ നഥാനിയേലും യേശുവിന്റെ ശിഷ്യനായി തീർന്നു. വാസ്തവത്തിൽ നഥാനിയേൽ അവിടെ സംശയത്തിന്റെ ധ്വനിയാണ് പറയുന്നത്. നസ്രയത്തിൽ നിന്ന് വലിയ നന്മയും വരുമ്പോൾ, കാരണം നസ്രയത്ത് അതുപോലെ അനുഗ്രഹിക്കപ്പെടാതെ ഒരു ചെറിയ പട്ടണമായിരുന്നു. ഇസ്രായേലിൽ വെച്ച് നോക്കുമ്പോൾ ഗലീലയിലെ ഏറ്റവും ചെറിയൊരു പട്ടണമാണ് നസ്രയത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നഥാനിയേൽ ചോദിക്കേണ്ട, നസ്രയത്തിൽ നിന്ന് വലിയ നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് പറയാ, വന്ന് കാണുവിൻ, നീ ഒന്ന് വന്ന് കാണാൻ. നമുക്ക് ഫിലിപ്പോസ് പറഞ്ഞതുപോലെ ജസ്റ്റ് വി ക്യാൻ അറ്റ്ലീസ്റ്റ് ഇൻട്രൊഡ്യൂസ് ടു ജീസസ്. നമുക്കധികം സുവിശേഷം പറയാൻ അറിയില്ലായിരിക്കാം, ഒത്തിരി വചനങ്ങൾ കാണാതെ അറിയില്ലായിരിക്കാം, പക്ഷേ വചനം അറിയാവുന്ന ഒരു വ്യക്തിയിലേക്ക് നമുക്കൊരു വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് കഴിയും എന്ന് തീർച്ചയാണ്. മറ്റൊരു കാര്യം ഫിലിപ്പോസിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന, ഡിപ്പെൻഡ് ഓൺ ഗോഡ്സ് പവർ. ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം, നോട്ട് ഓൺ ദ ഹ്യൂമൻ ലോജിക്. നമുക്ക് യോഹന്നാൻ 6-ാം അധ്യായത്തിൽ അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയും, യേശു വലിയൊരു പുരുഷാരൻ തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിക്കുവാൻ അത്രയേ യേശു ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. യേശുവിന് അവിടെ ഇപ്പം ഇനി എന്നെ അടുത്ത് സംഭവിക്കാൻ പോകുന്നേ എന്ന് യേശുവിന് കൃത്യമായിട്ട് അറിയാം. നമുക്കറിയാം, യേശു 5 അപ്പവും 2 മീനും വാഴ്ത്തി അനുഗ്രഹിച്ച് 10,000 അത് മൾട്ടിപ്ലൈ ചെയ്ത് തൃപ്തിയാകത്തക്കവണ്ണം 12 വട്ടി ഫുഡ് ബാക്കി വരത്തക്കവണ്ണം ഒരു അത്ഭുതം സംഭവിച്ചു. അപ്പോൾ യേശുവിന് അറിയാം ഇത് സംഭവിക്കാൻ പോവാ. പക്ഷേ ഫിലിപ്പോസിനോട് ഒന്ന് ചോദിക്കുകയാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? നമ്മൾ ദൈവത്തെ എത്രമാത്രം ശക്തിയോടെ കാണുന്നു? ദൈവം ആരെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? യേശു ആരെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? എബ്രായ ലേഖനത്തിലൊക്കെ നമുക്ക് കാണാം, ദൈവത്തിൻ്റെ യേശുവിൻ്റെ ഒരു വചനത്താലാണ് ഈവൻ ദ ഹോൾ യൂണിവേഴ്സ് ഈസ് ഹോൾഡിങ്. ദൈവത്തിൻ്റെ വചനമാണ് സകലത്തെയും സൃഷ്ടിച്ചത്. അപ്പം ദൈവത്തിന് സകലവും സാധ്യമാണ്. അതിന് മറുപടിയായിട്ട് ഫിലിപ്പോസ് പറയുന്നുണ്ട്. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തരും അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകില്ല എന്ന് ഉത്തരം പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, അന്ത്രയോസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവിടെ അന്ത്രയോസിന് ഒരു വിശ്വാസം കാണിച്ചു.
ഒരു ബാലകനെ യേശുവിലേക്ക് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്ന 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുവോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരുടെ ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാകാതെ ശേഖരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 12 കൊട്ട നിറച്ചെടുത്തു. ബാക്കി നമ്മുടെ കയ്യിലുള്ള ചെറുതിൽ നിന്ന് വലുതാക്കാൻ ദൈവത്തിന് കഴിയും. അത് ദൈവത്തിൻ്റെ കരത്തിലേക്കൊന്ന് കൊടുത്തു നോക്കി, അത് ദൈവത്തിന് ഒരു അത്ഭുതമാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു തരുന്ന ദൈവമാണ് നമ്മൾ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. മറ്റൊന്ന് കാണാൻ കഴിയുന്ന ഫിലിപ്പോസ്, ഹി വാസ് ബ്രിഡ്ജ് ടു ഔട്ട്സൈഡേഴ്സ്. ഈവൻ ജെൻറ്റൈൽസിനെല്ലാം കർത്താവിലേക്കൊരു ബ്രിഡ്ജായിട്ട് നിന്നായിട്ട് കാണാൻ കഴിയും. അതിൻ്റെ യോഹന്നാൻ 12:20 വായിക്കുമ്പോൾ 20 മുതൽ വായിക്കുമ്പോൾ, പെരുന്നാളിൽ നമസ്കരിക്കുവാൻ വന്നവരിൽ ചില യൗവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലെ ബെത്സൈദക്കാരായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ടെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. ഇങ്ങനെ മറ്റുള്ളവരെ യേശുവിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രിഡ്ജായി, ഈവൻ ജെൻറ്റൈൽസിന് ബ്രിഡ്ജായി നിന്നൊരു വ്യക്തിയായിരുന്നു ഫിലിപ്പോസ്. മറ്റൊരു വചനത്തിൽ നിന്ന് നമുക്ക് ഫിലിപ്പോസിനെ കുറിച്ച് കാണാൻ കഴിയും. ഹി ഡിസൈഡ് ടു നോ ക്രൈസ്റ്റ് സോ ഡീപ്ലി. കൂടുതൽ ആഴത്തിൽ യേശുവിനെ അറിയുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഫിലിപ്പോസ് എന്ന് നമുക്ക് കാണാൻ കഴിയും. വചനത്തിന് ആധാരമായി നമുക്ക് യോഹന്നാൻ 14 അതിൻ്റെ 8 വാക്യം നമുക്ക് കാണാം. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഫിലിപ്പോസ്, എനിക്ക് പിതാവായ ദൈവത്തെ അറിയണമെന്ന് യേശുവിനോട് പറയുമ്പോൾ, എന്നെ അറിഞ്ഞവൻ പിതാവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് യേശു പറയുകയാണ്. ഫിലിപ്പോസിന്റെ ആദ്യമേയുള്ള നാളുകളിലേക്ക് ജീവിതം നോക്കുമ്പോൾ കുറേ സംശയങ്ങളും ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ആ ഫിലിപ്പോസ് ഒത്തിരി പച്ചുരുട്ടിലേക്ക് വളർന്നു. ക്രിസ്തുവിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അപ്പോസ്തലനായി തീർന്നു. ഫിലിപ്പോസിനെ കുറിച്ച് പറയുന്ന, ഫിലിപ്പോസ് മെയിനായിട്ട് സുവിശേഷിച്ചിരുന്ന പ്രീച്ച് ചെയ്ത ഏഷ്യ മൈനർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ പ്രീച്ച്ഡ് ഇൻ ഏഷ്യ മൈനർ ആൻഡ് ഇറ്റ്സ് ബിലീവ്ഡ് ഹി ഈസ് മാർട്ടേർഡ് ഇൻ ഫോർ ഫെയ്ത്ത് ഇൻ ദാറ്റ് പ്ലേസ്. ഫിലിപ്പോസിനെ കുറിച്ച് നമുക്ക് ക്വിക്കായിട്ട് ഒന്നും കൂടി നോക്കിയാൽ, റിവൈൻഡ് ചെയ്താൽ, ഫിലിപ്പോസ് കർത്താവിൻ്റെ പെട്ടെന്നനുസരിച്ചൊരു വ്യക്തിയാണ്. He introduced others to Christ. Always trust God for provision over the human logic. നമ്മുടെ ബുദ്ധിക്കൊക്കെ അതീതമാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്ന് ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ദൈവം പല ടെസ്റ്റിലൂടെയൊക്കെ നമ്മൾ വിടുമ്പോൾ നമ്മൾ ആ ടെസ്റ്റ് ജയിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയും, he wanted to know Jesus more deeply. He acted as a bridge for outsiders to Christ, and finally he grew from his doubtful approach, doubtful attitude to a faithful man. കർത്താവിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു. ഫിലിപ്പോസിനെ കുറിച്ച് നമുക്ക് പല പുസ്തകങ്ങളിലൊക്കെ കാണാൻ കഴിയും. ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും നേരം കേട്ടിരുന്ന കാര്യങ്ങൾ എന്തെല്ലാം നമുക്ക് പ്രാവർത്തികമാക്കണം, അതെല്ലാം നമുക്ക് പ്രാവർത്തികമാക്കാൻ നമുക്ക് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മുടെ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. അടുത്ത കർത്താവിൻ്റെ ശിഷ്യൻ്റെ ജീവിത പാഠമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. നിങ്ങൾ ഈ വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതൊക്കെ ഒരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കും, ഞങ്ങൾക്കും ഒരു അനുഗ്രഹമായിരിക്കും. ഞങ്ങളെ ഓർത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളെ എപ്പോഴെല്ലാം ഈ വീഡിയോസ് കാണുന്നോ അല്ലാത്തപ്പോഴോ ഞങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക, എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.